പ്ലീസ് വേണ്ട. ഒന്ന് ചുമ്മാ ഇരിക്കുമായേ. ജഗൻ വേണ്ട. ജഗനെ തോൽപ്പിച്ചിട്ട് ഇവിടെ ആരും വാഴണ്ട. ഈ ജഗന് ജയിച്ച് മാത്രമേ ശീലമുള്ളൂ. ജഗൻ വേണ്ട. ജഗൻ വണ്ടി നിർത്ത്. ജഗൻ എവിടെയെങ്കിലും പോയി ഇടിക്കും. ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. നിർത്ത് ജഗൻ, നിർത്താൻ. ജഗൻ ആശം പിടിക്കാനായിട്ട്. ജഗൻ വന്ന് വണ്ടി കയറ്, നമുക്ക് പോവാം. എന്തിനാ സാർ നമ്മൾ ഇവിടെ വന്നത്? ഇവിടെ വന്നത് എന്തിനാണെന്നോ? ജസ്റ്റ് ഫോർ റൊമാൻസ്. റൊമാൻസോ? ആ, റൊമാൻസ് അല്ലേ പലപ്പോഴും ലൈഫ്. നോക്കിയേ, എന്താ ഒരു ഭംഗിയല്ലേ. കണ്ടോ ആഴക്കടലിൽ തിരയിരമ്പുന്ന കണ്ടോ? അത് കരയോടുള്ള പ്രണയം കൊണ്ടാ. കാറ്റിലാടുന്ന തെങ്ങോലകൾ കണ്ടോ? അതെ, പ്രേമഗാനം പാടുന്നതാ. സാറിന് ഇത് എന്ത് പറ്റി? എനിക്ക് കൈവന്നതല്ലേ അത്ഭുതം. ഞാനല്ലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ 2 പ്രാവശ്യം താലി കെട്ടാൻ പറ്റിയില്ലേ? ആ ഭാഗ്യം ആർക്ക് കിട്ടും? ഒരു പെണ്ണിനെ 2 പ്രാവശ്യം കെട്ടിയ ഒരേ ഒരാൾ ഈ ലോകത്ത് ഞാൻ മാത്രമേ കാണൂ. ഇതാണ് പ്രണയം. നമ്മുടേതാണ് സാക്ഷാൽ പ്രണയം. ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടൂ. ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ. ശിലയായി നിന്നിടാം നിന്നെ നോക്കി. യുഗമേറെ എന്നെ കൺചിമ്മിടാതെ എൻ ജീവനേ. അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം. അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ. നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. ഇവളിത് എവിടെ പോയി? വിസ്മയ, വിസ്മയ,
ഇത് എന്തു പറ്റി നിനക്ക്? ഞാൻ അകത്ത് നിന്ന് എത്ര വിളിച്ചു, നീ എന്താ വിളി കേൾക്കാതിരുന്നേ? ഓ, എനിക്ക് സൗകര്യം ഇല്ലാത്തോണ്ട്. നീ എന്തിനാ എന്നെ കടിച്ചു കയറാൻ വരുന്നേ? ഞാൻ എന്ത് തെറ്റ് നിന്നോട് ചെയ്തു? മമ്മി ഒറ്റൊരാള് കാരണം എനിക്ക് ആ വിവേകിനെ നഷ്ടമായത്. ആഹാ, അത് ശരി. ഇപ്പൊ അങ്ങനായോ? ഞാനായി കുറ്റക്കാരി. അഖിലിന്റെ കാര്യം വന്നപ്പോ വിവേകിനെ തേച്ചേക്കാന്ന് തീരുമാനിച്ചത് നീയല്ലേ? കൊമ്പത്തെ ആനന്ദ നിലയക്കാരുമായിട്ടുള്ള ബന്ധം വേണോന്ന് ആഗ്രഹം മമ്മിക്കായിരുന്നില്ലേ? എന്റെ ശിവനെ, ശിവന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മമ്മിയുടെ കാര്യമാണ്. നീ അഖിലിനെ സ്വപ്നം കണ്ടോണ്ട് അഖിലേട്ടാന്ന് വിളിച്ചുകൊണ്ട് കട്ടിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷെ അവൻ ആ ശ്യാമയെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അവനെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അതൊന്നും അല്ല. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്നത് പോലെ കിട്ടാതെ വന്നപ്പോ നീ തകിടം മറിഞ്ഞതാ. അഖിലെന്ന കോടീശ്വരനിൽ നിനക്ക് ഒരു കണ്ണല്ല, 2 കണ്ണും ഉണ്ടായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ ശ്യാമയോടുള്ള അസൂയ കൊണ്ട് എനിക്കങ്ങനെ തോന്നിയിരുന്നു. പിന്നെ അവനെ പോലത്തെ ഒരു ചെറുപ്പക്കാരനെ മോഹിക്കാത്ത ഏത് പെണ്ണ ഈ നാട്ടിലുള്ളത്? മോളെ, ആനന്ദ നിലയത്തിലെ അഖിലിന്റെ ഭാര്യയായാൽ നീ മഹാറാണിയാ. അതുകൊണ്ട് ഞാനും ഒന്ന് മോഹിച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും? സ്വപ്നം കണ്ട മുതല് പട്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലായി. ആ വിവേകിനെ ചതിക്കാതിരുന്നെങ്കിൽ എന്റെ കല്യാണം ഇപ്പൊ നടന്നേനെ. ആ വിവേക് ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ എന്റെ ഒരു തോന്നൽ. അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ ക്യാരക്ടർ അനുസരിച്ച് അവൻ ഇരച്ചു പാഞ്ഞിങ്ങോട്ട് കയറി വന്നേനെ. അവനൊന്ന് വിളിച്ചു നോക്കിയാലോ മോളെ? മമ്മി തന്നെ വിളിച്ചു നോക്ക്. ഞാനില്ല, എനിക്ക് പേടിയാ. താലി കെട്ടാൻ പോയി നാണം കെട്ട് ആട്ടും തുപ്പും കേട്ട് പോന്ന വിവരം അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചീത്തവിളി കേൾക്കും. പാട്ടുകാരനല്ലേ, സംഗീതമധുരമായ ചീത്തവിളി കേൾക്കാം. പെല്ല് പോലും ഇല്ലല്ലോ. ഇനി അവൻ ചത്തെങ്ങാനും പോയോ? ഓ, എന്തൊരു ദ്രോഹ മമ്മി പറയുന്നേ. വിവേക് ഇതൊക്കെ അറിഞ്ഞു കാണും. എന്നെങ്കിലും അവൻ എന്നെ കണ്ടുമുട്ടും, എന്റെ പല്ലടിച്ച് കൊഴിക്കുകയും ചെയ്യും. ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു. മോളെ, എന്താ കാലൊടിഞ്ഞു കാണുമല്ലോ? ഓ മമ്മി, ഓ എന്റെ കാല്. ചില്ലറയൊന്നും അല്ല പെണ്ണിന്റെ അഹങ്കാരം. അനുഭവിക്കട്ടെ. എന്താ ജഗനിത്? ഇങ്ങനെ കോപം കൊണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ആ മഞ്ഞ തുണി കൃത്യസമയത്ത് തന്നെ വണ്ടിയുടെ ഗ്ലാസിന് മീതെ വന്ന് വീണില്ലേ? അതിന് വന്ന് വീഴാൻ കണ്ട സമയം അല്ലായിരുന്നെങ്കിൽ ആ 2 ഞാൻ അപ്പൊ തന്നെ തീർത്തേനെ. ഇവനൊക്കെ അമരത്വം കൈവരിച്ചവനാണോ? ചിരഞ്ജീവിയാണോ? കൊല്ലാൻ പലവട്ടം നോക്കി, മരിക്കുന്നില്ലല്ലോ. ദൈവം ആയുസ് കൊടുത്തവരെ മനുഷ്യൻ കൊല്ലാൻ നോക്കിയാൽ അവർ കൊല്ലപ്പെടില്ല ജഗൻ. എന്നുവെച്ച് ഇവനെയൊക്കെ വെറുതെ വിട്ടിട്ട് നമ്മൾ സത്യാഗ്രഹത്തിന് പോണോന്നാണോ മായ പറയുന്നത്? എന്നല്ല, വസുന്ധരയോടും മക്കളോടും പ്രതികാരം വീട്ടാതെ നമ്മുടെ മകളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കില്ല. നമ്മുടെ ആത്മദാഹം തീരുകയില്ല. ജഗൻ ഇങ്ങനെ എടുത്തു ചാടിയിട്ട് ഒരു കാര്യമില്ല. മായ പറഞ്ഞു വരുന്നത് ഇവരുടെ ഈ കാര്യത്തിന് നമ്മൾ ഇതുവരെ പ്രയോഗിച്ച ബുദ്ധിയൊന്നും പോര ജഗൻ. കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം നമ്മൾ കാര്യങ്ങൾ നീക്കണം. പരസ്യമായി റോട്ടിലിട്ട് അഖിലിനെ ശ്യാമയും കൊന്നാൽ ഉറപ്പായും നമ്മൾ അകത്താകും. കേസ് പറഞ്ഞ് രക്ഷപ്പെടാന്നുള്ളത് 2ാമത്തെ കാര്യമല്ലേ? പ്രതികാരം വീട്ടിയിട്ട് സെൻട്രൽ ജയിലിൽ പോയി കിടക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം.
ആഘോഷിച്ച് ജീവിക്കാനാവുകയില്ല. പക്ഷേ മറ്റു പല നല്ല കാര്യങ്ങളും ചെയ്ത് ജീവിക്കാലോ. മായ പറയുന്ന ഒരു കാര്യവും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്താ വേദോപദേശം തുടങ്ങാൻ പോവുകയാണോ? വേദോപദേശമല്ല, ഗീതോപദേശം. യുദ്ധക്കളത്തിൽ തളർന്നിരിക്കുന്ന അർജുനനെ കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണല്ലോ ഗീതോപദേശം. അതെ. നമുക്കെതിരെയുള്ളത് കർണനെ പോലെയോ ദ്രോണരെ പോലെയോ ഉള്ള വില്ലാളി വീരന്മാരൊന്നുമല്ല. വെറും ഈയാം പാറ്റകളാണ് അഖിലും ശ്യാമയും ഒക്കെ. ഈയാം പാറ്റകളായിട്ടും അവരെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ. ഞാനൊരു ബുദ്ധി പറഞ്ഞു തരട്ടെ? അത്തരം ചോദ്യം എന്തിനാ? നീ പറഞ്ഞതാ. വർമ്മയുടെ വീട്ടിലൊരു സെക്യൂരിറ്റി ഉണ്ടല്ലേ? ഈ വീടുകളിൽ സെക്യൂരിറ്റി ജോലിക്ക് വരുന്നവരിൽ പലരും പട്ടാള സേവനം കഴിഞ്ഞു വരുന്നവരൊന്നുമല്ല. ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളവരാണ്. അതുകൊണ്ട് ആ സെക്യൂരിറ്റിയെ സ്വാധീനിക്കണം. അയാൾക്കൊരു വലിയ തുക ഓഫർ ചെയ്യണം. അയാളെ കൊണ്ട് ആ വീട്ടിൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വെരി ഗുഡ് ഐഡിയ. ഇതെന്താ നേരത്തെ മൊഴിയാതിരുന്നതുമായ? ഇപ്പോഴല്ലേ ജഗൻ ഈ ബുദ്ധിയൊക്കെ തലയിൽ ഉദിച്ചത്? അപ്പോ ഇനി അടുത്ത ഓപ്പറേഷൻ സെക്യൂരിറ്റി വഴി. ഹലോ, സേവന സെക്യൂരിറ്റി ഏജൻസി അല്ലേ? അതെ. മിസ്റ്റർ രാമചന്ദ്രനാണോ സംസാരിക്കുന്നത്? അതെ. എടോ, ഇത് ജഗന്നാഥനാ. അണക്കര കൊട്ടാരത്തിൽ ജഗന്നാഥൻ. ആ, ജഗന്നാഥ സാറാണോ? പറയൂ സാറേ. രാമേന്ദ്ര, എനിക്ക് ആനന്ദ നിലയത്തിലെ സെക്യൂരിറ്റിയുടെ ഫോൺ നമ്പർ ഒന്ന് വേണം. അതിനെന്താ, തരാലോ. എന്തിനാണ് സാർ? അവിടെ ഒരു കാര്യം ഏൽപ്പിക്കാനാ. ഒരു മിനിറ്റ് സാർ. വാസുദേവൻ. ആ സാർ, എഴുതിക്കോളൂ. ആ, ഒരു മിനിറ്റ്. ആ, പറഞ്ഞോളൂ. 9742 താങ്ക് യു രാമേന്ദ്ര. ഓക്കെ സാർ. ഇനി ഈ സെക്യൂരിറ്റിയെ വെച്ചായിരിക്കും ജഗന്നാഥന്റെ ഓപ്പറേഷൻ. എത്ര കിട്ടിയാൽ ഇവര് പഠിക്കില്ല. അവനെ അവള് കടത്തിക്കൊണ്ടു പോയിരിക്കാം. ഇവരിവിടെ നിന്ന് അവനെ ഓർത്തുരുക. മകൻ ഭയങ്കര അനുസരണയുള്ളവനാണെന്നാണ് ഇവർ കരുതുന്നത്. അവനാണെങ്കിൽ ഈ സ്ത്രീയെ പുല്ല് വിലയാ. അമ്മ, എന്താ അമ്മ പുറത്തൊക്കെ പോയി നോക്കുന്നത്? അഖിയെ ഇതുവരെ കണ്ടില്ലല്ലോ മോളെ. അഖിയുടെ കൂടെ അവളില്ലേ? അവൾ അവനെ വിടുവോ? ഉടുമ്പ് പിടിക്കും പോലെ പിടികൂടിയിരിക്കല്ലേ? അവൾ അമ്മയുടെ മുമ്പിൽ ഒരു പഞ്ചപാവായിട്ട് നിൽക്കുക. അമ്മയുടെ മുമ്പിലല്ലാതെ അവനെ ഒറ്റയ്ക്ക് കിട്ടിയ അവൾ ആള് വേറെയാ. അമ്മയ്ക്കെതിരെ അവൾ എന്തെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇനി എന്തെല്ലാം പറഞ്ഞു കൊടുക്കാൻ കിടക്കുന്നു. അവള് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാൻ എന്റെ മോൻ നിന്നു കൊടുത്തിട്ടല്ലേ മോളെ? നിന്ന് കൊടുത്തില്ലെങ്കിലും അവള് നിർത്തും. അതാണ് ശ്യാമ. അവളൊരു ദുർമന്ത്രവാദിനിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ആക്കി അവള് വരച്ച വരയിൽ കിടന്ന് വട്ടം കറങ്ങുക. രണ്ടാമത്തെ കെട്ടും കൂടെ കെട്ടിക്കഴിഞ്ഞപ്പോ അതിത്തിരി കൂടുതലാമ്മ. ഇന്ന് എപ്പോഴായാലും അവളെയും കൂട്ടി അവൻ ഇങ്ങോട്ട് വരുമല്ലോ. വരട്ടെ. അവനെ ഞാൻ പെറ്റു വളർത്തിയതാണെങ്കിൽ ഇന്ന് രണ്ടിലൊരു തീരുമാനം ഉണ്ടാക്കും. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. വെറുതെ വളവളാന്നും പറഞ്ഞ് നാക്കിട്ട് അലയ്ക്കുന്നതല്ലാതെ. അല്ലെങ്കിൽ അവൾക്ക് വിഷം കൊടുത്ത് കൊല്ലായിരുന്നല്ലോ. അമ്മ, അവര് വന്നോളൂ അമ്മ. അല്ല, എന്താ അമ്മായിയമ്മയും മരുമകളും കൂടി നഞ്ചു നിന്ന കുരങ്ങുകളെ പോലെ നിൽക്കുന്നേ? അപ്പച്ചിയുടെ നോട്ടത്തില് എന്താ ഞങ്ങള് മരഞ്ചാടി കുരങ്ങുകളാണോ? അയ്യോ ഐശ്വര്യേ, പെട്ടെന്നൊരു ഉപമ കിട്ടിയില്ല. നഞ്ചു തിന്ന പുള്ളിമാനുകൾ എന്ന് പറയാൻ പറ്റിയില്ല. മാനുകള് നഞ്ചു തിന്നാലേ ഇങ്ങനെ നിക്കില്ല. എന്റെ പൊന്നപ്പച്ചി, ഇനി അത് ആലോചിച്ച് പുതിയ എക്സാമ്പിൾ ഒന്നും പറയണ്ട. അല്ല, എന്താ അമ്മായിയമ്മയും മരുമകളും കൂടി നഞ്ചു നിന്ന കുരങ്ങുകളെ പോലെ നിൽക്കുന്നേ? അപ്പച്ചിയുടെ നോട്ടത്തില് എന്താ ഞങ്ങള് മരഞ്ചാടി കുരങ്ങുകളാണോ? അയ്യോ ഐശ്വര്യേ, പെട്ടെന്നൊരു ഉപമ കിട്ടിയില്ല. നഞ്ചു തിന്ന പുള്ളിമാനുകൾ എന്ന് പറയാൻ പറ്റിയില്ല. എന്റെ പൊന്നപ്പച്ചി, ഇനി അത് ആലോചിച്ച് പുതിയ എക്സാമ്പിൾ ഒന്നും പറയണ്ട.
ദേ വന്നിട്ടുണ്ടമ്മേ, പറയാനുള്ളതൊക്കെ അങ്ങ് പറഞ്ഞോ, ഒട്ടും കുറയ്ക്കണ്ട. ഓ അത് ശരി. അഖി ശ്യാമയും കൊണ്ട് പുറത്തു പോയത് അമ്മായിയമ്മയ്ക്കും മരുമോൾക്കും പിടിച്ചിട്ടില്ല. മരുമകൾ അമ്മായിയമ്മയെ പുകച്ചു നിർത്തിയിരിക്കുക. ഇപ്പൊ വസുന്ധര കത്തും. മോനെ, അമ്മയൊന്ന് തണുപ്പിക്കും. എന്റെ പൊന്നമ്മ ശ്രീമതി വസുന്ധര ദേവി കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കാണെന്ന് എനിക്കറിയാം. അഖിന്തി നിക്കമ്മ, ഞാനൊന്ന് പറയട്ടെ. ഇത്രയും താമസിച്ചതിന് ഞാനല്ല ഉത്തരവാദി. ദേ, ഈ നിൽക്കുന്ന അമ്മയുടെ ഇളയ മരുമകൾ ശ്യാമയാ. ഇവള് ഒറ്റ ഒരുത്തിയാ എന്നെ ഇങ്ങോട്ട് വരാൻ ഇത്രയും താമസിപ്പിച്ചത്. അഖി, നീ എന്താ ഈ പറയുന്നത്? അതെ ഏട്ടാ, ശ്യാമയ്ക്ക് വലിയ നിർബന്ധം അമ്മയ്ക്കൊരു ഉഗ്രൻ സമ്മാനം വാങ്ങിക്കണമെന്ന്. അത് വാങ്ങാൻ വേണ്ടി ഇത്രയും സമയം എടുത്തത്. ആ ശ്യാമേ, അതിങ്ങടുത്തേ. മരുമക്കൾ ഉണ്ടാവുന്നെങ്കിലേ ദേ ഇങ്ങനത്തെ മരുമക്കൾ ഉണ്ടാവണം. പുണ്യം ചെയ്ത മഹതിയല്ലേ എന്റെ വസുന്ധര. കൊടുക്ക. അമ്മേ, ഓ എനിക്കൊന്നും വേണ്ടായിരുന്നു. ഓ അഭിമാനസ്തംഭം, മേലേക്കോവിലകം. അതെ അതെ ഏട്ടാ, നോക്കിയേ അമ്മയുടെ മുഖത്ത് ആ കള്ള ചിരി കണ്ടാൽ അറിയാം. ദേ അങ്ങോട്ട് കൊടുക്ക് ശ്യാമേ. അമ്മേ, അമ്മയ്ക്ക് ഇതൊക്കെ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വാങ്ങിയത് അമ്മയുടെ മോൻ തന്നെയാ. ഇതൊക്കെ കണ്ടു നിന്നാലേ കലി കൊണ്ട് ഞാൻ പൊട്ടി തെറിച്ചു പോകും. വാങ്ങിക്കമ്മേ. ഇത് ഞങ്ങൾക്ക് 2 വട്ടം താലി കെട്ടാൻ ഭാഗ്യം ലഭിച്ചതിന്റെ സന്തോഷത്തിന്. ചെല്ലടാ. വാസുവേട്ട വെള്ളം. മനസ്സുകൊണ്ട് എത്ര ഒരുക്കി, എത്ര വേദന നിന്നു നമ്മുടെ മോള്. എല്ലാം ഭഗവാന്റെ പരീക്ഷണങ്ങളായിരുന്നു എന്ന് ഒടുവിൽ മനസ്സിലായില്ലേ? പക്ഷേ അതൊക്കെ അനുഭവിക്കുമ്പോ അതിന്റെ വേദന എത്ര ഭയങ്കര വാസുവേട്ട. ദൈവം തരുന്ന അനുഭവങ്ങളും പരീക്ഷണങ്ങളും നമ്മൾ അനുഭവിച്ചേ പറ്റൂ ദേവകി. പലർക്കും പലതരത്തിലെ തീരാ ദുഃഖങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ. നമുക്ക് മാറാരോഗങ്ങളൊന്നും ദൈവം വരുത്തി വെച്ചില്ലല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ ആശ്വസിക്കാം. വാസുവേട്ടന്റെ മൊബൈലല്ലേ റിങ് ചെയ്യുന്നത്? നീ എങ്ങടുത്തേ? ആരാ? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഇങ്ങതാ. ഹലോ, ഞാനിത് മറ്റൊരാളിൽ നിന്നും വാങ്ങിച്ച നമ്പരാ. നിങ്ങള് ആനന്ദവർമ്മയുടെ വീട്ടിലെ സെക്യൂരിറ്റി അല്ലേ?